തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. കരിങ്കൊടിയുമായി എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയാണ് എസ്എഫ്ഐ പ്രവർത്തകർ തിരുവനന്തപുരത്തും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും തിരുവനന്തപുരത്ത് അരങ്ങേറുന്നത്. അതുകൊണ്ട് ഈ പ്രതിഷേധം അവസാനിക്കുന്നില്ല. അതിപ്പോ ഇപ്പറന്നോ ലൈവല്ലേ ഇപ്പറന്നോ ഇത് അങ്ങോട്ടേക്ക് പോയിക്കോളാം. വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. കമലേഷ്, എസ്എഫ്ഐ പ്രവർത്തകരുടെ വലിയൊരു സംഘർഷം തന്നെയാണ് തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരെ തന്നെയാണ് ഇപ്പോഴും സംഘർഷം ശക്തമായി കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൃന്ദ, വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും എസ്എഫ്ഐ പ്രവർത്തകർ നേതൃത്വം നൽകിയത്. ഗവർണർക്കെതിരെ കരിങ്കൊടി വീശി എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തി എന്നുള്ളതാണ്. അതോടൊപ്പം സംഭാരം നൽകിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ പ്രതിഷേധവും എസ്എഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കൊല്ലത്ത് വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനം, അതായത് ഒരു വെയിലത്തിരുന്ന് വാടിയതല്ലേ ഗവർണർ എന്നുള്ളതാണ് എസ്എഫ്ഐ പ്രവർത്തകർ പറയുന്നത്. വെയിലത്തിരുന്ന് ഏറെ നേരം പണിയെടുത്തതല്ലേ, അപ്പോൾ അല്പം തണുക്കട്ടെ എന്നുള്ള നിലയിൽ സംഭാരം ഗവർണർക്ക് നൽകിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. അതോടൊപ്പമാണ് പ്രവർത്തകർ 15ഓളം വരുന്ന പ്രവർത്തകർ ഈ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി വീശിയത്. ഈ പ്രവർത്തകരെയെല്ലാം പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഗവർണർ ഇപ്പോൾ ഗസ്റ്റ് ഹൌസിനകത്തേക്ക് കടന്നിട്ടുണ്ട്. 3 മണിക്കായിരുന്നു ഗവർണറുടെ പരിപാടി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ കൊണ്ട് 3:45 ഇപ്പോൾ സമയം 3:45 RTIയുടെ, അതായത് വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറാണ് തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്നത്. ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് ഗവർണറായിരുന്നു. ഇതിനായാണ് ഗവർണർ ഇവിടെ എത്തിച്ചേർന്നത്. എന്നാൽ കൊല്ലത്ത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും കടുത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എസ്എഫ്ഐ കടന്നിരിക്കുന്നത്. ഗവർണർക്കെതിരെ ഈ തൈക്കാട് വെച്ച് കരിങ്കൊടി പ്രതിഷേധവും അതുപോലെ തന്നെ ഗവർണർക്ക് സംഭാരം വിതരണം ചെയ്യുന്ന നിലയിലുള്ളൊരു മറ്റൊരു തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ പ്രതിഷേധവുമാണ് എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ നിലയിൽ ഇപ്പോഴും ചില പ്രവർത്തകർ അങ്ങിങ്ങായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഗവർണർ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുന്ന വേളയിലും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് സേനയുടെ വിവിധ വിഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. ഈ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ വലിയ തരത്തിലുള്ള ഒരു പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ കാണേണ്ടത് ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ വലിയ വിഷയമായി തന്നെ വന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ഗവർണർക്ക് കേരള പോലീസിന്റെ സുരക്ഷ എന്നതിനപ്പുറത്തേക്ക് Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ കൂടി ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, രാജ്യത്ത് SPG സുരക്ഷ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ കാറ്റഗറിയാണ് Z+ കാറ്റഗറി എന്ന് പറയുന്നത്. ആ നിലയിൽ ഇനിയിപ്പോൾ CRPFനായിരിക്കും ഗവർണറുടെ പൂർണ്ണമായ സുരക്ഷാ ചുമതല നൽകുക. അതിന് വാഹനവ്യൂഹത്തിന്റെ അടക്കം ചുമതല ഇനി CRPFനായിരിക്കും. ഗവർണർക്കൊപ്പം തന്നെ രാജ്ഭവനും ഇതുപോലെ തന്നെ CRPFന്റെ സുരക്ഷാ ചുമതലയാണ് ഇനി ഉണ്ടാവുക. CRPF ആണ് ഈ സുരക്ഷാ കാര്യങ്ങൾ ഇനി നോക്കുക എന്നുള്ളതാണ്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ SFI കടക്കും എന്ന് നേരത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ Z+ കാറ്റഗറി അടക്കം ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് ഇനി കേന്ദ്രസേന വന്നാൽ പോലും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ചൂട് തന്നെയായിരിക്കും ഗവർണർക്ക് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ്.
കൊല്ലത്ത് 10 മണിയുടെ ഇളം ചൂടാണ് ഗവർണർക്ക് ഏൽക്കേണ്ടി വന്നതെങ്കിൽ ഇനി അങ്ങോട്ട് പ്രതിഷേധ ചൂടിലേക്കാണ് ഗവർണർ പോകുന്നത് എന്ന നിലയിലേക്കാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ SFI പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകളെ ഈ സിൻഡിക്കേറ്റിൽ തിരികെ കയറ്റാനുള്ള ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതായിരുന്നു SFIയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. കോടതിയിൽ നിന്ന് ഗവർണർക്ക് ഇത് സംബന്ധിച്ച തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് SFI നേതൃത്വം നൽകിയിട്ടുള്ളത്. വിവിധയിടങ്ങളിലായി ഗവർണറുടെ വാഹനത്തിന് നേരെ, ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് കൂടുതൽ രൂക്ഷമായ ഒരു തലത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നു. കൊല്ലത്തുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് Z+ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇനിയിപ്പോൾ കേന്ദ്രസേന വന്നാൽ പോലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് SFI കടക്കുക. ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൌസിന് മുന്നിലും വലിയ പ്രതിഷേധം അരങ്ങേറിയിട്ടുള്ളത്. വൃന്ദ. കമലേഷ്, അതേപോലെ തന്നെ ഇനിയും ഈ ഒരു പ്രതിഷേധം ശക്തമാവാൻ തന്നെയാണ് സാധ്യത. നിലവിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെയാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഭാരം നൽകി വ്യത്യസ്ത തരത്തിലുള്ള ഒരു പ്രതിഷേധ രീതി തന്നെയല്ലേ വീണ്ടും SFI മുന്നോട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്? വൃന്ദ, തീർച്ചയായും ഇതുകൊണ്ടും SFI അവസാനിപ്പിക്കും എന്ന് കരുതാനാവില്ല. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആ നിലയിൽ തന്നെയാണ് മാധ്യമങ്ങളോട് ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ, ഗവർണറുടെ ചട്ടവിരുദ്ധമായ നടപടികൾക്കെതിരെ ഉള്ള പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ രാവിലെ കൊല്ലത്ത് നടന്ന പ്രതിഷേധത്തിലടക്കം 124 അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത്, ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെയും ഈ SFIയുടെ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും നിലവിലും 12 പേരെ കസ്റ്റഡിയിലെടുത്തതായാണ് മനസ്സിലാക്കുന്നത്. 2 വിദ്യാർത്ഥിനികൾ അടക്കമുള്ള ആളുകളെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. അത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചടക്കം വലിയ തരത്തിലുള്ള ഇത്തരത്തിൽ കേസെടുക്കുന്നതും റിമാൻഡിലാക്കുന്നതും അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ പോലും, ഇനിയിപ്പോൾ കേന്ദ്രസേന വന്നാൽ പോലും ഈ പ്രതിഷേധ സമരങ്ങളിൽ നിന്നും SFI പിറകോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് SFI വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഈ 124 ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടടക്കം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാത്ത പക്ഷം നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഈ 124 അടക്കമുള്ള വകുപ്പുകൾ ക്വാഷ് ചെയ്യുന്നതിനാവശ്യമായ ഇടപെടൽ ഹൈക്കോടതിയിൽ SFI പോവുകയും അതിനാവശ്യമായ നിയമപരമായ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള നടപടികളെല്ലാം, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളെ നിയമപരമായും അല്ലാത്തതിനെ രാഷ്ട്രീയമായും നേരിടും എന്ന നിലപാടിൽ തന്നെയാണ്, അത്തരമൊരു തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും ഇത് കഴിഞ്ഞ്, ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഗവർണർ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തൈക്കാട് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ വലിയ ഒരു പോലീസ് സംഘം തന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും തിരുവനന്തപുരത്ത് നാടകീയ രംഗങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നത്. SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധങ്ങൾ ശക്തമാണ്. തുടർന്നും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് SFI പ്രവർത്തകരുടെ തീരുമാനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കിക്കാട്.